നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 31 ഞായറാഴ്ചയാണ്. ചിങ്ങം 15. ഇന്ന് 2 ഓർമ്മ ദിനങ്ങളുണ്ട്. മുൻ പ്രസിഡന്റ് പ്രണബ് മുഖർജിയുടെയും ലോകത്തെ കനിവ് കൊണ്ട് സ്വാധീനിച്ച ഡയാന രാജകുമാരിയുടെയും സ്മരണകളിലൂടെയാണ് ഇന്ന് നാം കടന്നുപോകുന്നത്. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മലബാറിന്റെ വികസനത്തിന് പുതിയ നാഴികക്കല്ലായി മാറുന്നതാണ് ഈ പാത. വൈകിട്ട് 4 മണിക്ക് ആനക്കാമ്പൊയിൽ സെയിന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ചടങ്ങ്. കള്ളാടി മേപ്പാടി തുരങ്കപാത ആരംഭിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മറിപ്പുഴയിൽ നിന്നാണ്. കോഴിക്കോട് ജില്ലയിലെ നീളം 3.15 കിലോമീറ്റർ ആണ്. വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്റർ, ആകെ 8.11 കിലോമീറ്റർ ദൂരം. വർഷങ്ങളായി കോഴിക്കോട് വയനാട് ജില്ലക്കാർ കാത്തിരിക്കുന്ന പദ്ധതി. ചുരമില്ലാതെ വയനാട്ടിലേക്കെത്താൻ ഒരു പാത, അത് യാഥാർത്ഥ്യമാകുന്നു. നിലവിൽ താമരശ്ശേരി ചുരത്തിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്കും മണ്ണിടിച്ചിലുമെല്ലാം ഈ തുരങ്കപാതയുടെ പ്രാധാന്യം കൂട്ടുന്നുണ്ട്. മലയോര മേഖലയിലെ ജനങ്ങളും അതീവ സന്തോഷത്തിലാണ്. ഞങ്ങളിവിടെ ആവാലവൃദ്ധ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിക്കൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടി ഇതൊരു ഉത്സവമാക്കി തീർക്കണം എന്നുള്ളൊരൊറ്റ വിചാരത്തിൽ രാവും പകലുമില്ലാതെ ഇതിൻ്റെ പുറകെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെയും വയനാട്ടുകാരുടെയും കാത്തിരിപ്പിന് ഒരു അന്ത്യം, ഒരു അവസാനമായി ഈ തുരങ്കപാത വരുന്നതോടുകൂടി അവരുടെ യാത്രാക്ലേശവും ഞങ്ങളുടെ യാത്രാക്ലേശവും ഏറെ പരിഹരിക്കാൻ കഴിയും. വൈകുന്നേരം 4 മണിക്ക് ആനക്കാമ്പൊയിൽ സെന്റ് മേരീസ് UP സ്കൂൾ ഗ്രൗണ്ടിലാണ് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കോഴിക്കോട് വയനാട് ജില്ലകളിലെ ജനപ്രതിനിധികളും പങ്കെടുക്കും. 4 വർഷം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വയനാട് കോഴിക്കോട് ജില്ലകളിലേക്കുള്ള യാത്ര സുഗമമാകും. മാത്രമല്ല, ടൂറിസം വികസനത്തിന് ഇത് മുതൽക്കൂട്ടാവുകയും ചെയ്യും. ജയൻ കല്യാശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. കണ്ണപുരം സ്ഫോടനക്കേസിൽ പ്രതി അനൂപ് മാലിക്കിനെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. നിർമ്മിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ആർക്കാണ് എത്തിച്ചു നൽകുന്നത് എന്നതിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. കൂടാതെ സ്ഫോടക വസ്തു നിർമ്മിക്കാനുള്ള വെടിമരുന്നുൾപ്പെടെ എവിടെ നിന്ന് ലഭിക്കുന്നുവെന്നും കൊല്ലപ്പെട്ടയാളല്ലാതെ കൂടുതൽ ആളുകൾ സംഘത്തിൽ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇയാൾ സ്ഫോടക വസ്തുക്കൾ നൽകുന്നുണ്ടോ എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ ഒളിവിൽ പോയ അനൂപിനെ കാഞ്ഞങ്ങാട് നിന്നാണ് പിടികൂടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് ഫറൂഖ് താലൂക്ക് ആശുപത്രി കെട്ടിട ഉദ്ഘാടനമാണ് ആദ്യ പരിപാടി. 11:30 കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ ഹാളിൽ നടക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ജനകീയ സദസ്സിലും പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ തറക്കല്ലിടൽ നിർവഹിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന PM കേളിക്കുട്ടിയെ ആദരിക്കുന്ന ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ജമ്മുകാശ്മീരിലെത്തും. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നേരിട്ട് വിലയിരുത്തുന്നതിനാണ് ആഭ്യന്തരമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനം. ജമ്മുകശ്മീർ രാജ്ഭവനിൽ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ പ്രളയബാധിത മേഖലകളിൽ ആഭ്യന്തരമന്ത്രി ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തും. മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും നാശനഷ്ടം വിതച്ച ജമ്മുകാശ്മീരിലും ഹിമാചലിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജമ്മുകാശ്മീരിലെ റംബാനിലും റിയാസിയിലും ഉണ്ടായ മണ്ണിടിച്ചിലിലും മേഘവിസ്ഫോടനത്തിലുമായി 12 പേരാണ് മരിച്ചത്. കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതമാണ്. ജമ്മുകശ്മീരിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ 2 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ജമ്മുകശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലുണ്ടായ മഴക്കെടുതി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ ആവശ്യപ്പെട്ടു. ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര നാളെ അവസാനിക്കും. പട്നയിലെ പദയാത്രയോടെയാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുക. ഗാന്ധി മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര അംബേദ്കർ പാർക്കിൽ അവസാനിക്കും. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലെ മുതിർന്ന നേതാക്കൾ പദയാത്രയിൽ പങ്കെടുക്കും. ബീഹാറിലെ 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത്. 14 ദിവസം നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്രയിലൂടെ ബീഹാറിൽ ഇന്ത്യ സഖ്യം കരുത്തു തെളിയിച്ചതായാണ് വിലയിരുത്തൽ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, സച്ചിൻ പൈലറ്റ്, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, കനിമൊഴി MP തുടങ്ങിയവർ യാത്രയിൽ അണിനിരന്നിരുന്നു.
ധർമ്മസ്ഥലയിൽ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയുമായി ആക്ഷൻ കമ്മിറ്റി അംഗം ജയന്തിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി പ്രത്യേക അന്വേഷണ സംഘം. ജയന്തിന്റെ ബംഗളൂരുവിലെ വീട്ടിലെത്തിയായിരുന്നു തെളിവെടുപ്പ്. വെളിപ്പെടുത്തൽ നടത്തും മുമ്പ് ചിന്നയ്യ ഇവിടെ എത്തിയതായി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 1.5 വർഷം മുമ്പ് തലയോട്ടിയുമായി ചിന്നയ്യ തന്നെ കാണാനെത്തിയെന്നും താൻ ഇയാൾക്ക് സംരക്ഷണം ഒരുക്കിയതായും ജയന്ത് പറഞ്ഞു. തങ്ങൾ ഒരുമിച്ച് ഡൽഹിക്ക് പോയതായും ജയന്ത് വ്യക്തമാക്കിയിരുന്നു. ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇടങ്ങളിലേക്ക് തെളിവെടുപ്പ് വ്യാപിപ്പിക്കാനാണ് SITയുടെ തീരുമാനം. മരണം മുന്നിൽ കണ്ട 58-കാരിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി RPF ഉദ്യോഗസ്ഥ. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലോടുന്ന ട്രെയിനിൽ നിന്ന് ട്രാക്കിൽ വീണ സുശീലയെയാണ് കൃത്യമായ ഇടപെടലിലൂടെ RPF ഉദ്യോഗസ്ഥ ദിവ്യ രക്ഷപ്പെടുത്തിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ദിവ്യയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹമാണ്. മണ്ണാർഗുഡിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിനിൽ തിരുപ്പൂരിലേക്ക് വരികയായിരുന്നു സുശീലയും ചെറുമകളും. രാത്രിയായതിനാൽ തിരുപ്പൂരിൽ ട്രെയിൻ എത്തിയിട്ടും അറിഞ്ഞില്ല. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നെടുത്തപ്പോൾ ചെറുമകളുമായി വേഗം ചാടിയിറങ്ങി. കുട്ടിയുമൊത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയ സുശീല പിന്നോട്ടാഞ്ഞ് ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ വീണു. എഴുന്നേൽക്കാൻ ശ്രമിച്ചാലോ അനങ്ങിയാലോ ട്രെയിൻ തട്ടും. ഗുരുതരമായ മുറിവുകളോ മരണമോ ഉണ്ടാകും. പെട്ടെന്ന് RPF ഉദ്യോഗസ്ഥയായ ദിവ്യ ഓടിയെത്തി. മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന കൊച്ചുമകളെ പിടിച്ചു നിർത്തി. ട്രെയിൻ പ്ലാറ്റ്ഫോം കഴിയും വരെ 1 ഇഞ്ച് പോലും നീങ്ങരുതെന്ന് സുശീലയോട് നിർദ്ദേശിച്ചു. യാത്രക്കാരിൽ ആരോ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി. സുശീലയെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റി. സുശീലയ്ക്ക് പരിക്കുകളൊന്നുമില്ല. പതറി നിൽക്കാതെ ഓടിയെത്തി തൻ്റെ ജീവൻ രക്ഷിച്ച ദിവ്യയ്ക്ക് നന്ദി പറഞ്ഞാണ് അവർ മടങ്ങിയത്. 24 ചെന്നൈ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ടിയാൻജിനിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയ്ക്ക് മേലുള്ള 50% തീരുവയെ തുടർന്ന് ഇന്ത്യ-US വ്യാപാര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർണായകമാണ് കൂടിക്കാഴ്ച. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ എത്തുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ലോകക്രമത്തിൽ തന്നെ പുതിയൊരു മാറ്റത്തിനുള്ള ഒരു സാധ്യത കൂടിയാണല്ലോ ഇത്. റഷ്യയും ചൈനയും ഇന്ത്യയും അത് കൂടുതൽ സൗഹാർദ്ദത്തോട് പോകുന്നു. അതിൽ അമേരിക്കയ്ക്ക് ആശങ്കകൾ ഉണ്ടെന്ന സൂചനകൾ വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഒരു കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്താൻ ഇരിക്കുന്നത്. ലോകം തന്നെ അല്ലെങ്കിൽ ലോക നേതാക്കൾ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് അത് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് US ഇന്ത്യക്ക് മേൽ തീരുവ ഏർപ്പെടുത്തിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നയതന്ത്ര നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ചൈന കഴിഞ്ഞ ഏതാണ്ട് 7 വർഷത്തോളമായി ഇന്ത്യ ചൈന സംഘർഷം നിലനിൽക്കുകയായിരുന്നു. അതിർത്തി സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 1 വർഷം മുമ്പ് ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ സംഘർഷം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടന്നത്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ, അതിർത്തി സംഘർഷം പരിഹരിക്കുന്ന ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് ഒപ്പം തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മറ്റ് ബന്ധങ്ങൾ, വാണിജ്യ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ളവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഉടമ്പടികളും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ US ഇന്ത്യക്ക് മേൽ തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം പിന്നീട് തുടർച്ചയായുള്ള നയതന്ത്ര സന്ദർശനങ്ങൾ വിദേശകാര്യമന്ത്രിയുടെ ഇതടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി
നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശിച്ച ശേഷമാണ്, ജപ്പാനിൽ നിന്നാണ് ചൈനയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ദക്ഷിണേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ ശാക്തിക ചേരി രൂപപ്പെടുന്നു എന്ന സൂചനയാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. ഇന്ത്യ, ചൈന, റഷ്യ, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ ജപ്പാൻ എന്നിവ ഒന്നിച്ചുകൊണ്ട് ഈ ഒരു ഇന്ത്യക്ക് ഈ US തീരുവയിലൂടെ ഉണ്ടാകുന്ന വ്യാപാര നഷ്ടം അതിനെ നികത്താനുള്ള ഒരു മാർഗം തേടുന്നു ഇന്ത്യ എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ ഒരു ഉച്ചകോടിക്ക് മുമ്പായി തന്നെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈന സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത്. 2 ദിവസത്തെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എങ്കിലും അതിനു മുമ്പായി നടക്കുന്ന ഈ ചൈനീസ് പ്രസിഡന്റുമായി നടക്കുന്ന കൂടിക്കാഴ്ച തന്നെയാണ് ഏറ്റവും നിർണായകമായി മാറുക. 2 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം, ഈ അതിർത്തി സംഘർഷം ഒഴിവാക്കി സഹകരണം മെച്ചപ്പെടുത്താൻ നേരത്തെ ധാരണയിൽ എത്തിയിരുന്നു എങ്കിലും അതിൻ്റെ അവസാനഘട്ട നടപടികളിലേക്ക് 2 രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ തന്നെ പുനരാരംഭിക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് ഈ ഒരു കൂടിക്കാഴ്ചയോടെ കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൊപ്പമാണ് ഈ ഒരു വ്യാപാര രംഗത്തുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതും അത് സാങ്കേതിക വിദ്യ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ US തീരുവയിലൂടെ ഇന്ത്യക്ക് നഷ്ടമായ വ്യാപാര മേഖലയിലുണ്ടായ തിരിച്ചടി അത് മറികടക്കുന്നതിനായി ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഇതിലൂടെ മറികടക്കാൻ കഴിയും എന്നുമുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി അടുത്ത ദിവസം തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ നിരവധി ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതും നിർണായകമാണ്. ക്രിസ്റ്റീന റീജിത്ത് നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് പ്രതികരണം. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലെത്തിയ പ്രധാനമന്ത്രി അടുത്ത ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ സെലൻസ്കി പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചിരുന്നു. ദേശീയപാതയിൽ കഴക്കൂട്ടത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. യുവതിയടക്കം 2 പേരുടെ നില ഗുരുതരമാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഗുഡ് മോർണിംഗ് റിജിത്ത്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ടെക്നോ പാർക്കിലെ ജീവനക്കാരാണ് ഈ മഹീന്ദ്ര ഥാർ എന്ന വാഹനത്തിൽ കഴക്കൂട്ടം ദേശീയപാത വഴി വരികയായിരുന്നു. ടെക്നോ പാർക്കിന് സമീപത്ത് വെച്ച് എലിവേറ്റർ ഹൈവേയിലെ തൂണിലിടിച്ചായിരുന്നു അപകടം. അമിത വേഗത്തിലെത്തിയ വാഹനത്തിൽ നിയന്ത്രണം വിട്ട് തൂണിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിൽ ഷിബിൻ, അതായത് ബാലരാമപുരം സ്വദേശി ഷിബിൻ 28 വയസ്സ് ആണ് മരിച്ചത്. ഇതുകൂടാതെ രജനീഷ്, കിരൺ, അഖില, ശ്രീലക്ഷ്മി എന്നിവരും ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ക്രിസ്റ്റീന, റിജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി ആഗോള വാർത്തകളുടെ സമയമാണ്. വാർത്താലോകം. റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയിൽ നിർണായക ഇടപെടലുമായി സൗദി. റഷ്യൻ പ്രസിഡന്റുമായുള്ള സൗദി കിരീടാവകാശിയുടെ ചർച്ചയ്ക്ക് പിന്നാലെ യുക്രൈൻ പ്രതിനിധികൾ സൗദിയിലെത്തി. പലസ്തീൻ സമാധാനത്തിനും സൗദിയുടെ ശ്രമം തുടരുകയാണ്. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയിൽ സൗദിയുടെ നിർണായക പങ്കും നീക്കങ്ങളുമൊക്കെ വ്യക്തമാവുന്ന ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി നേരിട്ട് ടെലിഫോണിൽ സംസാരിച്ച് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരുന്നു. ഇതിനു പുറമെ പുടിൻ്റെ ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം സൗദി കിരീടാവകാശിക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റിൻ്റെ ഓഫീസ് ഡയറക്ടറായ ആൻഡ്രി യെർമാർക്ക് സൗദിയിലെത്തി റിയാദിൽ
സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ ഉപദേഷ്ടാക്കളും മന്ത്രിമാരുമൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. അമേരിക്ക, റഷ്യ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന സൗദിയുടെ ഇടപെടൽ ഈ ഒരു പ്രശ്നത്തിന് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏറെ ആക്കം കൂട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതിനു പുറമെയാണ് സൗദിയുടെ ഈ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നത്. സൗദി വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം യൂറോപ്പിലെത്തി, ഇറ്റലി, ജർമ്മനിയിലൊക്കെ പോയി അവിടെയുള്ള രാഷ്ട്ര നേതാക്കളുമായി ചർച്ച നടത്തി അവരുടെ എല്ലാം പിന്തുണ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുവിധം രാജ്യങ്ങൾ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും OIC വിദേശകാര്യമന്ത്രിമാരും ഒക്കെ സൗദിയുടെ ശ്രമങ്ങൾക്ക് സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകുന്നതിന് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതെല്ലാം പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇനി ചില രാജ്യാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ മേൽനോട്ട സ്ഥാനത്ത് നിന്ന് പിന്മാറിയതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പകരം ചുമതല ബജറ്റ് ഡയറക്ടർ റസ് വോട്ടിന്. കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മാന്യമായ രീതിയിൽ ഇന്ത്യയുമായുള്ള ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണെന്നും എന്നാൽ ചർച്ചയ്ക്കായി യാചിക്കുന്ന പ്രശ്നമില്ലെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാഖ്ദർ. ഭീകരത, പാക് അധീന കശ്മീർ കൈമാറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച പാകിസ്ഥാനുമായി മാത്രമായിരിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഗസയിൽ നിന്ന് കൂട്ടപ്പലായനം നടത്തി പലസ്തീനികൾ. ഇസ്രയേലിന്റെ മാരകമായ ബോംബാക്രമണങ്ങളും നിർബന്ധിത കുടിയിറക്കൽ പ്രചാരണവും രൂക്ഷമായതോടെയാണ് പലസ്തീനികളുടെ കൂട്ടപ്പലായനം. തായ്ലൻഡ് കംബോഡിയ അതിർത്തി സംഘർഷം മുറുകുന്നു. കംബോഡിയയുമായുള്ള അതിർത്തി തർക്കം കൈകാര്യം ചെയ്തതിന്റെ പേരിൽ പ്രധാനമന്ത്രി പെയ്റ്റോൺ ടാർ ഷിനവത്രയോട് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് ഭരണഘടനാ കോടതി. ഇതിന്റെ ഭാഗമായി അവർ സ്ഥാനത്തു നിന്ന് മാറിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രവിശ്യാ തലസ്ഥാനമായ ജക്കാർത്തയിലെ പ്രാദേശിക മന്ദിരത്തിന് തീപിടിച്ചു. 5 പേർ മരിച്ചു. 5 പേരുടെ നില ഗുരുതരം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജി ഓർമ്മയായിട്ട് ഇന്നേക്ക് 5 വർഷം. വിദേശം, ധനകാര്യം, പ്രതിരോധം തുടങ്ങി കൈവച്ച വകുപ്പുകളിലെല്ലാം മികവ് തെളിയിച്ച വ്യക്തിത്വമായിരുന്നു പ്രണബ് മുഖർജി. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെട്ടതും സുപ്രധാന രാജ്യാന്തര കരാറുകൾ ഒപ്പിട്ടതും പ്രണബിന്റെ കാലത്തായിരുന്നു. പശ്ചിമ മിഡ്നാപൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന VK കൃഷ്ണമേനോന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ടാണ് 1969 പ്രണബ് കുമാർ മുഖർജി രാഷ്ട്രീയത്തിലെത്തുന്നത്. പശ്ചിമ ബംഗാളിൽ 1 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മലയാളിയായ കൃഷ്ണമേനോനെ വിജയിപ്പിച്ചതിൽ പ്രണബ് മുഖർജിയുടെ പങ്ക് തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി പ്രണബിനെ കോൺഗ്രസിൽ എത്തിക്കുകയായിരുന്നു. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ പ്രണബ് മുഖർജി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് സോണിയാഗാന്ധിയെ എത്തിക്കുന്നതിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്നു പ്രണബ്. വിദേശം, പ്രതിരോധം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അമേരിക്കയുമായി ഊഷ്മളമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിലും റഷ്യയുമായി ആയുധ വ്യാപാരം നടത്തുന്നതിലും പ്രണബ് കാണിച്ച അവധാനത ഇന്നും പ്രകീർത്തിക്കപ്പെടുന്നു. ഇൻഡോ അമേരിക്കൻ സിവിൽ ആണവ കരാറിൽ ഒപ്പുവെച്ചതും പ്രണബിന്റെ കാലത്ത് തന്നെ. ധനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്ന നയങ്ങളാണ് പ്രണബ് മുഖർജി നടപ്പിലാക്കിയത്. 2012 രാഷ്ട്രപതിയായ പ്രണബ് മുഖർജി 2017 സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി. രാഷ്ട്രം പത്മവിഭൂഷൺ, ഭാരതരത്ന ബഹുമതികൾ നൽകി പ്രണബ് മുഖർജിയെ ആദരിച്ചിട്ടുണ്ട്. പ്രണബ് മുഖർജിക്ക് 24ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആവേശം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ച 24 വാർത്താ സംഘം 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം ഒട്ടും ചോരാതെ പ്രേക്ഷകരിൽ എത്തിച്ച് 24 സംഘം. ആ കാഴ്ചകളിലേക്കാണ് ഇനി. അങ്ങനെ എല്ലാ വള്ളങ്ങളും അതിന്റെ പ്രൗഢമായ ട്രാക്ക് ട്രെയിനിങ് സമയത്ത് നമ്മൾ ക്ഷണിക്കുന്നു, നമ്മൾ വിളിക്കുന്നു നമ്മുടെ തലൈവർ പ്രിയപ്പെട്ട SKN. വെൽക്കം 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 വെൽക്കം. ആദ്യാവസാനം വള്ളംകളിയുടെ ആവേശം, വാശിയേറിയ പോരാട്ടം അതേ ആവേശത്തോടെ സ്ക്രീനിലെത്തിച്ചു 24.
പാഞ്ഞു പോവുകയാണ്. ഗതിവേഗം, ഗതിവേഗം, അപാര ഗതിവേഗം. എന്തൊരു താളമാണിത്, എന്തൊരു ആവേശമാണിത്, എന്തൊരു ലഹരിയാണിത്. പുന്നമടയുടെ നെഞ്ചിടിപ്പ് കൂട്ടി പാഞ്ഞു പോവുകയാണ് 4 ചുണ്ടൻ. ഇതിലാരാണ് മുന്നിൽ? ഇഞ്ചോടിഞ്ച് പോരാട്ടം, കട്ടയ്ക്ക് പോരാട്ടം നടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജനക്കൂട്ടം ഇളകി മറിഞ്ഞു കഴിഞ്ഞു, പുന്നമട ഇളകി മറിഞ്ഞു കഴിഞ്ഞു. ശ്വാസമടക്കി പിടിച്ചു കണ്ട ഫൈനലിൽ വിയ്യപുരം ചുണ്ടൻ വിജയിച്ചപ്പോൾ ആവേശം അണപൊട്ടി. വെള്ളത്തിന് തീപിടിക്കുന്ന പോരാട്ടം പ്രേക്ഷകരിലെത്തിക്കാൻ അടുത്ത തവണയും കാണാമെന്ന ഉറപ്പിലാണ് 24 സംഘം പുന്നമടക്കായൽ നിന്ന് മടങ്ങിയത്. സാക്ഷിപുരം അവതരിപ്പിക്കാം. അപ്പം 1 2 3 100 പ്രസൻസ് നെഹ്റു ട്രോഫി ജലമേള സ്പോൺസർഡ് ബൈ മ്യൂച്വൽ ഫണ്ട്. ശരിയാണ്. അതുപോലെ അദാനി അംബുജ പ്ലസ് സിമന്റ്, അദാനി അംബുജ പ്ലസ് സിമന്റ്, മ്യൂച്വൽ ഫണ്ട്. ശരിയാണ്. 100 പ്രസൻസ് ഇതിന് സമാപനമായി പ്രായോജകർക്ക് നന്ദി. 24 ആലപ്പുഴ. പൊന്നോണത്തെ വരവേൽക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പൂക്കൾക്കൊപ്പം ഓണത്തപ്പനും വിപണിയിൽ സജീവം. അവയിലെ വരവേൽക്കാനാണ് ഓണത്തപ്പനെ വെക്കുന്നതെന്നാണ് സങ്കല്പം. ഓണത്തപ്പന്മാരെ തേടി നിരവധി പേരാണ് എത്തുന്നത്. പൂവിളിയും പുഞ്ചിരിയുമായി വീണ്ടും ഒരു പൊന്നോണക്കാലം കൂടി. ഓണം എന്ന് കേട്ടാൽ ഓർമ്മ വരുന്നവയിൽ പ്രധാനമാണ് ഓണപ്പൂക്കളവും ഓണത്തപ്പനും. മധ്യകേരളത്തിൽ വീടുകളിൽ മണ്ണ് കുഴച്ചുണ്ടാക്കിയ സ്തൂപാകൃതിയിലുള്ള രൂപം പൂക്കളത്തിനൊപ്പം വയ്ക്കാറുണ്ട്. ഇത് ഓണത്തപ്പൻ എന്നാണ് സങ്കല്പം. മാദേവർ, തൃക്കാക്കരയപ്പൻ എന്നിങ്ങനെയുള്ള പേരുകളുമുണ്ട് ഓണത്തപ്പന്. ഓണത്തിന് മാദേവരെ കൂടി വയ്ക്കുന്ന ചടങ്ങുണ്ട്. ഉത്രാട നാളിലാണ് മാദേവരെ വരവേൽക്കുന്നത്. ചിങ്ങമാസം പിറക്കുന്നതിന് മുൻപേ നിർമ്മാണം ആരംഭിക്കും. മണ്ണ് കുഴച്ച് രൂപമൊരുക്കി ചായം പൂശി. കളിമണ്ണ് വെച്ചാണ് ഓണത്തപ്പം പണിത് എതിരേക്കേണ്ടത്. ഈ എതിരേറ്റ് കഴിഞ്ഞാൽ ഈ സാധനം എടുക്കാൻ പാടില്ല. 10 ദിവസം കഴിഞ്ഞാൽ എടുക്കരുത്. അവിടെ ഇരുന്ന് തന്നെ ദ്രവിച്ച് മണ്ണോട് അലിഞ്ഞു പോണത്. ഓണക്കാലത്ത് പല കുടുംബങ്ങളുടെയും വരുമാനമാർഗം കൂടിയാണ് ഓണത്തപ്പന്മാർ. 5 തൃക്കാക്കരയപ്പന്മാരെയാണ് സാധാരണയായി പൂക്കളത്തിനൊപ്പം വയ്ക്കുക. മുത്തശ്ശി, കുട്ടിപ്പട്ടർ, അമ്മി, ആട്ടുകല്ല് തുടങ്ങിയവയോടൊപ്പം മഹാബലിയെ പ്രതിഷ്ഠിക്കുന്നു. പൊന്നോണത്തെ വരവേൽക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പൂക്കൾക്കൊപ്പം ഓണത്തപ്പനും വിപണിയിൽ സജീവമാണ്. ഒരു സെറ്റിന് 150 200 രൂപയും മുതൽ വലിപ്പത്തിനനുസരിച്ചാണ് വില. ഇതിന്റെ ഡിമാൻഡ് വെച്ചാൽ ഓണക്കാലം ആകുമ്പോൾ ഇത് വാങ്ങിച്ചിരിക്കും ആൾക്കാർ. തൃപ്പൂണിത്തുറയാണ് മെയിൻ കച്ചവടം. ഞങ്ങൾ 15 വർഷമായി ഇവിടെ കച്ചവടം വാങ്ങിയിട്ട്. ഈ 15 വർഷം ഞങ്ങൾ വിറ്റ് തീർത്തിട്ടാണ്. എല്ലാവരും പരിചയക്കാരായ എല്ലാവരും വന്ന് വാങ്ങി. നല്ല സാധനമാണ് കൊടുക്കുന്നത്. പൂക്കൾക്കൊപ്പം വിപണിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഓണത്തപ്പനും ഓണവിപണിയിലെ മനം കുളിർക്കുന്ന കാഴ്ചയാണ്. ഓണക്കാലത്തെ നിറസാന്നിധ്യം ഓണത്തപ്പന്മാർ ഇതിനോടകം തന്നെ ഓണവിപണിയിൽ സജീവമായി കഴിഞ്ഞു. ഇനി പൊന്നോണത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ്. മാഹിനും സജിനുമൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. ഇനി നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ വേഗത്തിൽ. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഭരണഘടന മാറ്റാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമം തടയേണ്ടത് അത്യാവശ്യമാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി. വോട്ട് മോഷണത്തിനെതിരെ പോരാടാനും രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും സമാന ചിന്താധികാർ ഒന്നിക്കണമെന്ന് ആഹ്വാനം. ജമ്മുകശ്മീരിലെ റംബാൻ ജില്ലയിലെ രാജ്ഗഡ് പ്രദേശത്തെ മേഘവിസ്ഫോടനത്തിൽ 4 പേർ മരിച്ചെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. ഒരാളെ കാണാനില്ല. സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കോൺഗ്രസിന്റെ വോട്ടറാധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രി മോദിക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളെ അപലപിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. പ്രധാനമന്ത്രി സ്ഥാനം കോടിക്കണക്കിന് ആളുകളുടെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മന്ത്രി. 1993-98 കാലഘട്ടത്തിൽ കോൺഗ്രസ് MLA ആയിരുന്നതിന്റെ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന അപേക്ഷ സമർപ്പിച്ച് മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. അപേക്ഷ അംഗീകരിച്ചെന്നും പെൻഷൻ ഉടൻ ആരംഭിക്കുമെന്നും രാജസ്ഥാൻ അസംബ്ലി സെക്രട്ടേറിയറ്റ്.
ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയുടെ ആദ്യ പട്ടിക പുറത്തിറക്കി. പേരുകൾ ഒഴിവാക്കാൻ 2 ലക്ഷം പേർ എതിർപ്പുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ഉൾപ്പെടുത്തലുകൾക്കായി 30,000-ൽ താഴെ അപേക്ഷകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകശ്മീരിലെത്തും. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നേരിട്ട് വിലയിരുത്തുന്നതിനായാണ് ആഭ്യന്തരമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനം. ഡൽഹിയിൽ നിന്ന് വീണ്ടും വിശദാംശങ്ങളുമായി ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കശ്മീരിലെത്തുകയാണ്. പ്രളയ സാഹചര്യം വിലയിരുത്തും. ഏത് തരത്തിലുള്ള സഹായമുണ്ടാകും? എന്തൊക്കെ നടപടികൾക്കാണ് സാധ്യത? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റിജിത്ത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ ജമ്മു കശ്മീർ സന്ദർശനം ഇന്ന് ആരംഭിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ഉച്ചയോടെ ജമ്മു കശ്മീരിൽ എത്തും എന്നാണ് നിലവിൽ ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന വിവരം എന്നുള്ളത്. പ്രധാനമായും ജമ്മു കശ്മീരിൽ കഴിഞ്ഞ 1.5 മാസത്തിനിടെയുണ്ടായ തുടർച്ചയായുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം. ഈ ഒരു സന്ദർശനത്തിനിടെ സംസ്ഥാനത്തെ ഈ ദുരന്ത സാഹചര്യം, ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവ അദ്ദേഹം വിലയിരുത്തും. അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി എന്നുള്ളത് രാജ്ഭവനിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന ഉന്നതതല യോഗം അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ്. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ യോഗത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തും. തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായുണ്ടായ മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും സംസ്ഥാനത്ത് നിരവധി ഇടങ്ങളിൽ വലിയ തോതിലുള്ള ദുരന്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 45ഓളം മരണമാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി ഈ പ്രളയബാധിത മേഖലകളിൽ ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തും. തുടർന്ന് നേരിട്ട് തന്നെ ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ യാത്രയുടെ ഉദ്ദേശം. ഇതോടൊപ്പം തന്നെ സുരക്ഷാ കാര്യങ്ങളും അദ്ദേഹം പരിശോധിക്കും എന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയുമായി ആക്ഷൻ കമ്മിറ്റി അംഗം ജയന്തിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി പ്രത്യേക അന്വേഷണ സംഘം. ജയന്തിന്റെ ബംഗളൂരുവിലെ വീട്ടിലെത്തിയായിരുന്നു തെളിവെടുപ്പ്. വെളിപ്പെടുത്തൽ നടത്തും മുമ്പ് ചിന്നയ്യ ഇവിടെ എത്തിയതായി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രണമുണ്ടോ? തന്റെ വീട്ടിൽ ഇയാൾ എത്തിയിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. വെരി ഗുഡ് മോർണിംഗ്. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുടെ വീടുകളിലേക്കൊക്കെയും നീളുകയാണ്. അവരെ കേന്ദ്രീകരിച്ചു കൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നു. നേരത്തെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മഹേഷ് ഷെട്ടി തിമരടിയുടെ വീട്ടിൽ ഒരു പരിശോധന അന്വേഷണ സംഘം നടത്തിയിരുന്നു. അത് ഈ ചിന്നയ്യ, വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യ എന്നയാൾ ഈ വീട്ടിൽ താമസിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉജിരയിലെ ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. അതായത് ഉജിര എന്നുള്ളത് ഈ ധർമ്മസ്ഥലയുടെ വളരെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ ഇന്നലെ SIT നടത്തിയത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. കാരണം ഈ സാക്ഷിയുമായി ധർമ്മസ്ഥലയിൽ നിന്നും ഇവർ ഇത്തരത്തിൽ ബാംഗ്ലൂർ വരെ എത്തുകയുണ്ടായി. ബാംഗ്ലൂരിൽ ഈ ആക്ഷൻ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള ടി ജയന്തിന്റെ വീട്ടിൽ പരിശോധന നടത്തി. അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. നേരത്തെ ഈ സാക്ഷി ഇവിടെ വന്ന് ജയന്തിനെ കണ്ടിട്ടുണ്ട് എന്ന് ഇയാൾ SITക്ക് വിവരം നൽകിയിരുന്നു. അങ്ങനെ രാവിലെ 6 മണിയോടെ എത്തിയ ഈ സംഘം ഇന്നലെ മുഴുവൻ ജയന്തിന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്ക് പിന്നാലെ തന്നെ ജയന്തും ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്തെത്തി. അതായത് ഇയാൾ 1.5 വർഷം മുമ്പ് തന്നെ തന്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്. വന്ന് കാണുമ്പോൾ തന്നെ ഇയാളുടെ കയ്യിൽ ഒരു തലയോട്ടി ഉണ്ടായിരുന്നു എന്ന് ജയന്ത് പറയുകയുണ്ടായി. ഈ SIT സംഘം പ്രധാനമായിട്ടും ഈ തലയോട്ടി ജയന്താണോ കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് ആര് ഈ തലയോട്ടി കൈമാറി എന്നത് കണ്ടെത്തുകയാണ് SIT സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താൻ ഈ തലയോട്ടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. 1.5 വർഷം മുൻപ് ഇയാൾ തന്നെ കാണാനെത്തി. ഇയാളുമായി താൻ ഡൽഹിയിൽ പോയി ചില അഭിഭാഷകരെയൊക്കെയും കണ്ടിട്ടുണ്ട് എന്നതടക്കം പറയുന്നുണ്ട്. ഇയാൾക്കൊരു സംരക്ഷണം ഒരുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം. താൻ നേരത്തെ തന്നെ ഈ സൗജന്യ പോരാട്ട കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട നേതാവാണ്, ആക്ഷൻ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളാണ്. അതിൻ്റെതായ രീതിയിൽ മാത്രമാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ നീങ്ങുകയാണ് എങ്കിൽ ആക്ഷൻ കമ്മിറ്റിയിലെ ഓരോരുത്തരുടെ വീടുകളിലും SIT സംഘം
എത്തും എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ആ തരത്തിൽ കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. മറ്റൊരു തരത്തിൽ ഈ SIT അന്വേഷണം പെട്ടെന്ന് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ BJP ഒരു ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തുന്നുണ്ട്. എന്നാൽ കർണാടക ആഭ്യന്തരമന്ത്രി SIT അതിന്റേതായ സമയമെടുത്താണ് അന്വേഷണം പൂർത്തിയാക്കുക, ഇതിൽ ഇടപെടില്ല എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. TK. ശരി, എന്തായാലും ഏറെ ദുരൂഹതകൾ ഉണ്ടായിരുന്ന ഒരു കേസ് അതിലെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുടെ മൊഴിയെടുപ്പിലേക്ക് നീണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് റഹീസാണ്. ദേശീയപാതയിൽ കഴക്കൂട്ടത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. 2 പേരുടെ നില ഗുരുതരമാണ്. റേസിംഗിനിടെയാണ് അപകടമെന്ന പോലീസ് നിഗമനം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, അല്പസമയം മുമ്പ് ഈ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ലഭ്യമായിരുന്നത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ്. ഇപ്പോൾ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ഇത് ഒരു റേസിംഗ് എന്ന് സംശയിക്കാനുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം എന്താണ്? ഏകദേശം 4ഓളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. 4 വാഹനങ്ങളും അതീവ വേഗത്തിലായിരുന്നു ഈ ടെക്നോ പാർക്ക് ഭാഗത്ത് നിന്ന് ഈ കഴക്കൂട്ടം ഭാഗത്തേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് അപകടമുണ്ടായത്. ഈ അപകടമുണ്ടായ ഈ വാഹനം ഥാർ, അതായത് മഹീന്ദ്ര ഥാർ എന്ന വാഹനമാണ് അപകടമുണ്ടായത്. ഇതിൻ്റെ മുൻഭാഗം കണ്ടാൽ അറിയാം എത്രത്തോളം വേഗത്തിലാണ് ഈ വാഹനം എത്തുകയും അപകടം സംഭവിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അപകടത്തിൽ ഒരാളാണ് മരിച്ചത്. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. ഈ വാഹനത്തിൽ 5 പേരുണ്ടായിരുന്നു. 5 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഈ വാഹനത്തിലുണ്ടായിരുന്നത് രജനീഷ്, ഒപ്പം കിരൺ, അഖില, ശ്രീലക്ഷ്മി എന്നിവരാണ്. ഇതിൽ 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരം. ഇവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഇവർ ടെക്നോ പാർക്കിലെ ജീവനക്കാരായിരുന്നു. അതിനുശേഷം ഏകദേശം അർദ്ധരാത്രി 1 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഈ ഒപ്പമുണ്ടായിരുന്ന കാറുകൾ അതും അമിത വേഗത്തിൽ തന്നെയായിരുന്നു. അമിത വേഗത്തിൽ ടെക്നോ പാർക്ക് ഭാഗത്ത് നിന്ന് കഴക്കൂട്ടം ഭാഗത്തേക്ക് ഈ എലിവേറ്റഡ് ഹൈവേയുടെ സർവീസ് റോഡ് വഴി അമിത വേഗത്തിൽ വരികയായിരുന്നു. ഇതിനിടെയാണ് ഈ അപകടമുണ്ടായത്. ഈ വാഹനം ഏകദേശം മുൻഭാഗം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. മുൻ സീറ്റിലിരുന്ന ആളാണ് ഷിബിനായിരുന്നു വാഹനം ഓടിച്ചതും. ഒപ്പം മുൻ സീറ്റിലിരുന്ന 2ാമത്തെ ആൾക്കും ഗുരുതര പരിക്കുണ്ട്. ഇവരിപ്പോൾ പരിക്കുള്ള എല്ലാവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരം. ഈ ദൃശ്യങ്ങളിൽ കാണാം, അതായത് മുൻഭാഗത്തെ ഇടിയുടെ ആഘാതത്തിൽ പിറകിലുള്ള ഈ മിറർ വരെ, ഗ്ലാസ് വരെ പൂർണ്ണമായി തകർന്നു. പിറകിലുണ്ടായിരുന്ന ഈ ഡോർ ഉൾപ്പെടെ തകർന്ന് വീണ നിലയിലാണ്. ഈ രീതിയിൽ ഈ അപകടം നടന്ന തൊട്ട് സമീപത്ത് ഉള്ള ഒരു പില്ലറാണ്. അതിലേക്ക് നമുക്ക് അടുത്ത സമയത്ത് എത്താം. എന്തായാലും ഈ അപകടം നടന്ന വാഹനം കണ്ടാൽ നമുക്കറിയാം എത്രത്തോളം ഗുരുതരമായ അപകടമാണ്, എത്രത്തോളം വേഗതയിലാണ് ഈ വാഹനം എത്തിയത് എന്നുള്ള വ്യക്തമാക്കുന്നതാണ് ഈ അപകടം. അത്രത്തോളം, അതായത് കുറച്ചുകൂടി ബിൽഡ് ക്വാളിറ്റി എല്ലാമുള്ള വാഹനമാണ്. അതിൻ്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ആ മുൻഭാഗത്ത് ഒരു അപകടം, സാധാരണ പില്ലറിലിടിച്ച ആ മുൻഭാഗം പൂർണ്ണമായി തകർന്ന നിലയിലാണ് ഈ അപകടം ഉണ്ടായതും. കറക്റ്റ് ആ ഡ്രൈവർ സീറ്റിനോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഇടി പ്രധാനമായി ഇടിച്ചിരിക്കുന്നതും. എന്തായാലും റേസിംഗ് ആണ്, അതായത് 4 വാഹനങ്ങൾ ഇതോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. എന്തായാലും പോലീസ് റേസിംഗ് എന്നുള്ള വിവരം സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ 4 വാഹനങ്ങളും അതീവ വേഗതയിൽ തന്നെയായിരുന്നു ഈ സർവീസ് റോഡ് വഴി കടന്നുപോയത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും അപകടത്തിൻ്റെ കാരണം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ രീതിയിൽ അത്രത്തോളം ഗുരുതരമായ വേഗത്തിൽ, അത്രത്തോളം അമിത വേഗമാണെന്ന് നേരത്തെ തന്നെ പോലീസ് സമ്മതിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇടിയുടെ ആഘാതം ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം എത്രത്തോളം വേഗത്തിലായിരിക്കും ഈ വാഹനം വന്ന് ഇടിച്ചത് എന്നുള്ള ഒരു. ഈ മറ്റു വാഹനങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ ഒരു CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒക്കെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ പോലീസിന്? ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 1 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ, സമീപത്തെ ഷോപ്പുകളും മറ്റുമെല്ലാം തുറന്ന ശേഷം മാത്രമേ CCTV ദൃശ്യങ്ങൾ പോലീസിനും ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അതിനുശേഷം മറ്റു വാഹനങ്ങളെക്കുറിച്ചൊരു വിവരം പോലീസിന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഇതിൽ പ്രദേശവാസികൾ, അതായത് സമീപത്തെ ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നവരാണ് ഈ പോലീസിനോട് പറഞ്ഞത്. അമിത വേഗത്തിൽ 4 വാഹനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസിനോട് ഈ അപകടം കണ്ട സമയത്തുണ്ടായിരുന്നവരാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുന്നതും. ഇനി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇവരുടെ വേഗം, മറ്റെന്തെങ്കിലും കാര്യം ഈ അപകടത്തിന് പിന്നിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എത്തുക. എന്തായാലും മത്സരയോട്ടമായിരുന്നു എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. ആ ഇടിയുടെ ആഘാതത്തിൽ നിന്ന് വലിയ അമിത വേഗത്തിലാണ് ഈ വാഹനം കടന്നു വന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ ഈ അപകട സ്ഥലത്ത് നിന്ന് തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന കൊട്ടാരക്കര മുൻ MLA P. ഐഷ പോറ്റിയെ CPIM തുടർച്ചയായി അവഗണിക്കുന്നതായി ആരോപണം. ഐഷ പോറ്റിയുടെ ശ്രമഫലമായി മണ്ഡലത്തിലെത്തിയ പദ്ധതികൾ പൂർത്തീകരണത്തിലെത്തുമ്പോൾ നിലവിലെ MLA മന്ത്രി KN ബാലഗോപാലിന്റെ ക്രെഡിറ്റിലേക്ക് മാറ്റുകയാണെന്നാണ് ആക്ഷേപം.
ഐഷ പോറ്റി കൊട്ടാരക്കര MLA ആയിരിക്കെയാണ് വാക്കനാട് ഗവൺമെന്റ് HSSൽ പുതിയ കെട്ടിടത്തിന് 2 കോടി അനുവദിച്ചത്. ഒടുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങിയപ്പോൾ നോട്ടീസിലും കെട്ടിടത്തിലും എഴുത്ത് മന്ത്രി KN ബാലഗോപാലിന്റെ നിർദ്ദേശത്താൽ അനുവദിച്ച 2 കോടി രൂപയാൽ നിർമ്മിച്ച കെട്ടിടമെന്നായി. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഐഷ പോറ്റി സ്വയം ഒഴിവാകുകയും ചെയ്തു. ഉദ്ഘാടനത്തിന് ഒരു ദിനം മുന്നേ സ്കൂൾ സന്ദർശിച്ചു. വ്യക്തിപരമായ അസൗകര്യം കാരണമായിരുന്നു ഉദ്ഘാടനത്തിന് എത്താതിരുന്നതെന്നും മറ്റു വ്യാഖ്യാനങ്ങൾ വേണ്ടെന്നും ഐഷ പോറ്റി. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് തന്നെ മോൻ്റെ അടുത്ത് തിരുവനന്തപുരത്തേക്ക് പോകണമായിരുന്നു. വളരെ അത്യാവശ്യമുള്ള നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന. അപ്പോഴാണ് ഈ ഡേറ്റ് വന്നിട്ട് ആ സംഘാടകർ വന്ന് വിളിക്കുന്നത്. PTA പ്രസിഡന്റിനോടും എല്ലാവരോടും പറഞ്ഞെനിക്ക് നാളെ എത്താൻ ഒരു മാർഗ്ഗവും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് അവിടെ വരാം. കാരണം അവർക്കല്ലേ വിഷമാവില്ലേ നമ്മളവിടെ ചെല്ലാതിരുന്ന. അതാണ് അതിൻ്റെ കാര്യം, അല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല. കോൺഗ്രസ് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഐഷ പോറ്റി പാർട്ടി വിടുന്നതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ നിലപാടിൽ തൽക്കാലം മാറ്റമില്ലെന്ന് അതേ വേദിയിൽ തന്നെ ഐഷ പോറ്റി വ്യക്തമാക്കുകയും ചെയ്തു. കോൺഗ്രസിനൊപ്പം BJPയും ഐഷ പോറ്റിയെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. സ്കൂളിലെ ചടങ്ങ് ബഹിഷ്കരിച്ചതിൽ മറ്റു വ്യാകരണങ്ങൾ ആവശ്യമില്ല, അത് ബഹിഷ്കരിച്ചതല്ല എന്ന് തന്നെയാണ് മുൻ MLA പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. നോക്കാമിനി ചില കേരള വാർത്തകൾ ചുരുക്കത്തിൽ. പ്രവാസികളുടെ സ്വത്തിനെയും ജീവനെയും സംബന്ധിക്കുന്ന ഏത് വിഷയത്തിലുമുള്ള പരാതിയും NRI കമ്മീഷനിൽ നൽകാം. ചെയർപേഴ്സൺ, NRI കമ്മീഷൻ കേരള, നോർക്ക സെന്റർ, തൈക്കാട് എന്ന വിലാസത്തിൽ പരാതികൾ അറിയിക്കാം. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ കേന്ദ്ര നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്നാണ് സർക്കാർ നിലപാടെന്ന് നിയമമന്ത്രി P. രാജീവ്. ദേശീയ നിയമസേവന അതോറിറ്റിയും കേരള സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന മേഖലാ സമ്മേളനത്തിലാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ലഹരി വിപത്തുകൾക്കെതിരെ പ്രതിരോധം തീർത്താൽ മയക്കുമരുന്ന് ഇന്ത്യ യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത്. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനും സുപ്രീംകോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് സൂര്യകാന്ത് നശാമുക്ത് ന്യായ അഭിയാൻ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്തു. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഉണ്ടായേക്കാവുന്ന വൈദ്യുതി ബന്ധം സംബന്ധിച്ച മുന്നറിയിപ്പുകളും വൈദ്യുതി ബിൽ വിവരങ്ങളും അറിയിക്കാൻ ഡിജിറ്റൽ സംവിധാനവുമായി KSEB. ബിൽ അലേർട്ട് ആൻഡ് ഔട്ടേജ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ബിൽ വിവരങ്ങളും മുന്നറിയിപ്പുകളും SMS ആയി ഉപഭോക്താവിന് ലഭിക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായി വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള സമൃദ്ധ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഉദ്ഘാടനം അടൂരിൽ നടന്നു. ഉദ്ഘാടനം ചെയ്തത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി M. ചിഞ്ചുറാണി. മലപ്പുറം ഇടിവണ്ണ LP സ്കൂളിൽ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ്. ഓണപ്പൂക്കളത്തിനായി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് സ്കൂൾ വളപ്പിൽ ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയത്. 1 ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി. ഇടിവണ്ണ സ്കൂൾ വളപ്പിലുണ്ടായ പൂക്കളുടെ 100 മേനി വിളവെടുപ്പിൽ ഓണം കെങ്കേമമാക്കുകയാണ് ഒരു നാട്. ഇടിവണ്ണ ഗവൺമെന്റ് എസ്റ്റേറ്റ് LP സ്കൂൾ അധികൃതരാണ് ചാലിയാർ കുടുംബശ്രീയുടെയും കൃഷിവകുപ്പിന്റെയും സഹായത്തോടെ ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. 1 ഏക്കർ സ്ഥലത്ത് മഞ്ഞയും ഓറഞ്ചും കളറിൽ പൂക്കൾ നിറഞ്ഞു നിന്നു. ജൂൺ 23-ന് വിത്തിട്ടു. 2 മാസത്തെ വളർച്ചയ്ക്ക് ശേഷം ഓണ വിളവെടുപ്പ്. ഓണക്കാലത്തെ വരവേൽക്കാൻ കഴിഞ്ഞ ജൂൺ മാസത്തോടെയാണ് ഇവിടെ തൈകൾ ഇറക്കിയത്. ഏകദേശം 1000-ഓളം തൈകളാണ് വിളവെടുപ്പിനായിട്ട് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ചാലിയാർ കൃഷിഭവന്റെ നിരന്തരമായ മോണിറ്ററിംഗിലൂടെ നമ്മൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും കീടനാശിനികളും ഒക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾ ആവശ്യക്കാർക്ക് പൂക്കൾ എത്തിച്ചു നൽകും. മറ്റു വിപണിയേക്കാൾ വിലക്കുറവിൽ നമ്മുടെ നാട്ടിലെ പൂക്കൾ കളം നിറയട്ടെ. 24 മലപ്പുറം. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ലിവർപൂൾ ആഴ്സണൽ വമ്പൻ പോരാട്ടം. രാത്രി 9-ന് ലിവർപൂളിന്റെ മൈതാനമായ ആൻഫീൽഡിലാണ് പോരാട്ടം നടക്കുക. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്കും മത്സരമുണ്ട്. ആൻഫീൽഡിൽ അഡാർ പോരാട്ടം. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ ലിവർപൂളും റണ്ണറപ്പുകളായ ആഴ്സണലും മുഖാമുഖം. ആദ്യ 2 കളിയും ജയിച്ച ഇത്തവണയും കിരീടപ്പോരിൽ മുൻനിരയിലുണ്ട് ചെമ്പടയും ഗണ്ണേഴ്സും. സീസൺ ഓപ്പണറിൽ ബോൺമൌത്തിനെ 4-2-ന് തോൽപ്പിച്ചു തുടങ്ങിയ ലിവർപൂൾ കഴിഞ്ഞ കളിയിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ പിന്നിൽ നിന്ന് പൊരുതിക്കയറി കളി പിടിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചു തുടങ്ങിയ ആഴ്സണലാകട്ടെ ലീഡ്സിനെതിരെ എതിരില്ലാത്ത 5 ഗോളിന്റെ ജയത്തിളക്കത്തിലാണ് ആൻഫീൽഡിലെത്തുന്നത്. പ്രീമിയർ ലീഗിലെ അവസാന 6 മത്സരങ്ങളിൽ ലിവർപൂളിനോട് തോറ്റിട്ടില്ലെന്നും മൈക്കിൾ അർട്ടേറ്റയുടെ ഗണ്ണേഴ്സിന് ആത്മവിശ്വാസമേകും. വിജയവഴിയിൽ തിരിച്ചെത്താനിറങ്ങുന്ന മുൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി വൈകിട്ട് 6:30 ബ്രൈറ്റനെ നേരിടും. സ്പാനിഷ് ലീഗിൽ പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനമാണ് ചാമ്പ്യന്മാരായ ബാഴ്സലോണയുടെ ലക്ഷ്യം.
രാത്രി 1 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ റയോ വയോക്കാനോയാണ് എതിരാളികൾ. ലമീൻ യമാൽ നയിക്കുന്ന ബാഴ്സയുടെ ആക്രമണ നിരയിൽ നിന്ന് പതിവ് പോലെ ഗോൾ മഴ പ്രതീക്ഷിക്കുകയാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക് 24. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നും 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും. വൈകിട്ട് 6:45 നടക്കുന്ന 2ാം മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ എതിരാളികൾ ആലപ്പി റിപ്പിൾസ് ആണ്. US ഓപ്പൺ ടെന്നീസിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് കാർലോസ് അൽഖരാസ് ഇന്നിറങ്ങും. രാത്രി 11 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ ആർതറാണ് എതിരാളി. നോവാക് ജോക്കോവിച്ച് വനിതാ സിംഗിൾസിലെ 1ാം സീഡ് അരീന സബലേങ്ക എന്നിവരുടെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ നാളെ പുലർച്ചെ നടക്കും. നോക്കാം ഇനി ചില പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാന ശുചിത്വ മിഷൻ ശുചിത്വ പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ 7 വരെ നടക്കുന്ന മത്സരത്തിൽ മാലിന്യമുക്തം നവകേരളം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പൂക്കളങ്ങളാണ് നിർമ്മിക്കേണ്ടത്. ജില്ലാതലത്തിൽ 1ാം സ്ഥാനത്ത് എത്തുന്നവർക്ക് 10,000 രൂപ വീതവും സംസ്ഥാന തലത്തിൽ വിജയിക്കുന്ന ആൾക്ക് 25,000 രൂപയുമാണ് സമ്മാനം. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ഒരു LD ക്ലാർക്കിന്റെ തസ്തികയിൽ ഒഴിവ്. ഡെപ്യൂട്ടേഷൻ ഒഴിവിലേക്ക് താൽപര്യമുള്ള കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അടുത്ത മാസം 9 സംഘടിപ്പിക്കുന്ന ഓണം ഘോഷയാത്രയിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ നിർദ്ദേശങ്ങൾക്കും ആശയത്തിനും അനുസരിച്ച് ഫ്ലോട്ട് നിർമ്മിച്ചു നൽകുന്നതിന് താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡറുകൾ സമർപ്പിക്കേണ്ടത് പട്ടികവർഗ വികസന വകുപ്പാണ്. തിരുവനന്തപുരം വിലാസത്തിലാണ് അയക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും പരസ്യം ചെയ്യുന്നതിന് PRD എംപാനൽ ചെയ്ത ഏജൻസികളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ ഡയറക്ടറേറ്റ് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരളത്തിലെ സർക്കാർ ഫാർമസി കോളേജുകളിലേക്കും സ്വാശ്രയ ഫാർമസി കോളേജുകളിലെ സർക്കാർ മെറിറ്റ് സീറ്റുകളിലേക്കും എംഫാം പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഉടൻ ഔദ്യോഗിക വസതി ഒഴിയും. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. ധൻഖറിന് ഇതുവരെ മുൻ ഉപരാഷ്ട്രപതിമാർക്കുള്ള ഔദ്യോഗിക വസതി അനുവദിച്ചിട്ടില്ല. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ജൂലൈ 21 ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്ത കണ്ടതാണ്. MLA പെൻഷൻ, കിഷൻഗഡിലെ MLA ആയിരുന്നു പണ്ട്. ആ MLA പെൻഷന് വേണ്ടി അദ്ദേഹം അപേക്ഷ നൽകുന്നു. ഒപ്പം തന്നെ മുൻ ഉപരാഷ്ട്രപതിക്കായുള്ള വസതിക്കായി അപേക്ഷ നൽകുന്നു. ഇക്കാര്യങ്ങളിലൊന്നും മറുപടി ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നൽകുന്ന സൂചനകൾ എന്താണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിത്ത്, ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ അഭ്യൂഹങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ജഗ്ദീപ് ധൻഖർ ജൂലൈ 21 ഉപരാഷ്ട്രപതി രാജിവെച്ചത്. അതിനെ തുടർന്ന് അദ്ദേഹം യാതൊരു തരത്തിലുള്ള പ്രതികരണമോ നടത്തിയിട്ടില്ല. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതിനായി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നതടക്കമുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ഔദ്യോഗിക വസതി ഉടൻ ഒഴിയും എന്നുള്ളതാണ്. ഇന്നോ നാളെയുമായി അദ്ദേഹം ഔദ്യോഗിക വസതി, അതായത് പാർലമെന്റ് കോംപ്ലക്സിന് സമീപം ചർച്ച് റോഡിലുള്ള ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഒഴിയുകയാണ്. ഈ മാസം സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ വസതി ഒഴിയുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഇതുവരെയും ഉപരാഷ്ട്രപതിമാർ, മുൻ പ്രധാനമന്ത്രിമാർ, ഒപ്പം തന്നെ മുൻ രാഷ്ട്രപതിമാർ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക വസതി ടൈപ്പ് 8 വിഭാഗത്തിലുള്ള ബംഗ്ലാവ് അദ്ദേഹത്തിന് ഇതുവരെയും അനുവദിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. കൂടാതെ ഈ വസതികൾ അനുവദിക്കേണ്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ വസതി സന്ദർശിച്ചിരുന്നുവെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. സാധാരണ നിലയിൽ 3 മാസങ്ങൾക്കകം ഇത്തരത്തിൽ ഭവനം, ഇവർക്ക് ഔദ്യോഗിക വസതി അനുവദിക്കുകയാണ് പതിവ്. എങ്കിലും ജഗ്ദീപ് ധൻഖറിന്റെ കാര്യത്തിൽ ഇതുവരെയും നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നാണ്
എന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ അദ്ദേഹം ഉടൻ തന്നെ ഒരു സ്വകാര്യ വസതിയിലേക്കാണ് അദ്ദേഹം മാറുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാവുക. നേരത്തെ തന്നെ അദ്ദേഹം എന്നാൽ രാജസ്ഥാൻ നിയമസഭയിലെ മുൻ അംഗം എന്ന നിലയിൽ പെൻഷന് വേണ്ടി വീണ്ടും അപേക്ഷ സമർപ്പിച്ചിരുന്നു. 2 തവണയാണ് അദ്ദേഹം രാജസ്ഥാൻ നിയമസഭാ അംഗമായത്. കൂടാതെ മുൻ MP എന്ന നിലയിലുള്ള പെൻഷനും അദ്ദേഹം പദവി ഒഴിഞ്ഞ അന്ന് മുതൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. മുൻ ഉപരാഷ്ട്രപതിയുടെ പെൻഷനും അദ്ദേഹം അപേക്ഷ നൽകിയിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ക്രിസ്റ്റീന റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.